ഓക്കെ, സോ വീണ്ടും ഓഫർ സീസൺ വന്നിരിക്കുകയാണ്. ഓഫർ സീസൺ ഒന്നും പറയാൻ പറ്റൂല, പക്ഷേ ചില നല്ല ഫോൺസിൽ ചില നല്ല ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്. തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് തുടങ്ങിയാൽ പിന്നെ മറ്റേ വെബ്സൈറ്റ് വെറുതെ ഇരിക്കില്ലല്ലോ. സോ രണ്ട് വെബ്സൈറ്റിലും വന്നിട്ടുണ്ട്. ബേസിക്കലി റിപ്പബ്ലിക് ഡേ സെയിലാണ്. ഓക്കെ, സ്റ്റാർട്ട് ആവുന്നത് 13th, അതായത് ഇന്നാണ് ഇതിന്റെ തുടക്കം. ലാസ്റ്റ് ഡേറ്റ് 19-ാം തീയതിയാണ്. സോ റിപ്പബ്ലിക് ഡേ സെയിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് ഡേക്ക് മുന്നേ ആയിട്ട് തുടങ്ങുന്നുണ്ട്, അതിന് മുന്നേ ആയിട്ട് തീരുന്നുണ്ട്. ഓക്കെ, എനിവേ വളരെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ദയവ് ചെയ്ത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡുകൾ കരുതി വെച്ചോളൂ. ഓക്കെ, ഇപ്പോഴത്തെ സെയിലൊക്കെ അങ്ങനെയാണ്. മിക്ക എല്ലാ ഓഫറുകൾ, അതായത് നമ്മളിപ്പം വായിക്കാൻ പോകുന്ന എല്ലാ ഓഫറുകളിൽ ഈ എക്സ്ചേഞ്ച്, പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറയാം ഏത് വെബ്സൈറ്റിൽ ഏത് ക്രെഡിറ്റ് കാർഡ് ആണെന്ന് ഞാൻ പറയാം. പക്ഷേ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഈടാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ഫ്ലിപ്കാർട്ടിലുള്ള സ്മാർട്ട് ഫോൺ ഓഫേഴ്സ് നോക്കാം. ഓക്കെ, സോ അതാ കണ്ടില്ലേ, റിപ്പബ്ലിക് ഡേ സെയിൽ. സൈഡ് ബൈ സൈഡ് ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ബിഗ്ഗസ്റ്റ് ഫ്രീഡം ഡീൽസ് 13 ജാനുവരി 12 PM to 19th ജാനുവരി. ഈ 19th ജാനുവരി പറയുന്നുണ്ടെങ്കിലും അതിന് ശേഷം ഉണ്ടാവും കേട്ടോ, പേടിക്കേണ്ട. ഓക്കെ, പക്ഷേ ഈ ഭയാനകമായ ഓഫേഴ്സൊക്കെ മിക്കവാറും ഉടൻ തന്നെ തീരാൻ ചാൻസ് ഉണ്ട്. സോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, ഇവിടെ ICICI ബാങ്കും പിന്നെ ബാങ്ക് ഓഫ് ബറോഡ, അത് കണ്ടില്ലേ, രണ്ടെണ്ണം ഉണ്ട്. 10% ഡിസ്കൗണ്ട് ഉണ്ട്. സോ നമുക്ക് ബ്രാൻഡ് വൈസ് നോക്കാം. പലരും ഈ ബ്രാൻഡ് നോക്കി വാങ്ങുന്നവരുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ആപ്പിൾ ആണ്. iPhone 15. ലെറ്റ്സ് ഗോ. iPhone 14 55,000 രൂപയ്ക്കാണ്. സോ ബേസിക്കലി 56,999 ആണ് പ്രൈസ്. 2,000 രൂപയുടെ ICICI ബാങ്ക് കാർഡിൻ്റെ ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ബാങ്ക് കാർഡ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 2,000 രൂപീസിൻ്റെ ഓഫർ കിട്ടും. 55,000 രൂപീസിൽ നിങ്ങൾക്ക് iPhone 14 വാങ്ങിക്കാൻ പറ്റും. അടിപൊളി ഓഫറാണ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ചും ഐഫോൺ വാങ്ങാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ 55,000 രൂപയ്ക്ക് iPhone 14 നല്ലൊരു ഓഫറാണ്. തീർച്ചയായിട്ടും iPhone 15 കിട്ടുന്നുണ്ട് 64,000 രൂപീസിൽ. ഓക്കെ, സോ 65,999 ആണ് പ്രൈസ്. വീണ്ടും ബാങ്ക് ഓഫർ ഉണ്ട് 64,000 രൂപീസിൽ. iPhone 15 നല്ലൊരു ഓഫറാണ്. പ്രത്യേകിച്ചും ഇപ്പം കുറേ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. 48 മെഗാ ക്യാമറ, ടൈപ്പ് സി, നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ലിങ്ക് ഇട്ട് തരാം, കണ്ടു നോക്കുക. iPhone 15 വീഡിയോ ഉണ്ട്. എല്ലാ മാറ്റങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് നല്ല മാറ്റങ്ങൾ. ആക്ച്വലി iPhone 15 നല്ലൊരു വാല്യൂ ഫോർ മണി ഐഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. യെസ്, ഇപ്പോഴും ആ ഒരു 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് തരുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ, വെരി ഗുഡ് iPhone 15 ആണെങ്കിലും 15+ ആണെങ്കിൽ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 15+ ഉണ്ട്, 76,000 രൂപീസ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി മികച്ച ബാറ്ററി ബാക്കപ്പ്. ആക്ച്വലി ഏറ്റവും വില കൂടിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്ന ഫോൺ 15 Pro Max അല്ല. ഓക്കെ, 15+ ആണ്. നിങ്ങൾക്ക് ആ ഒരു വലിയ ഡിസ്പ്ലേ പിന്നെ വലിയ ബാറ്ററി ഒക്കെ വേണമെങ്കിൽ 15+ നോക്കാം. പ്രൈസ് ഒക്കെ ഡീസൻ്റ് ആണ്, ഒന്നും വലിയ ഇഷ്യൂ ഒന്നുമില്ല. iPhone 12 വേണ്ട. ഇനി iPhone 12 വേണമെങ്കിൽ നോക്കാം. പക്ഷേ നല്ല സംഭവങ്ങളൊക്കെ നല്ലതാണ്. 5G ആണ്, OLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പക്ഷേ ബാറ്ററി ലേശം കുറവാണ്. ഓക്കെ, ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കാം. ഓക്കെ, iPhone 12 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്മുടെ ബിഗ് ബില്യൺ ഡേ സെയിൽ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇട്ട് അത് ഞാൻ താഴെ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം, കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ iPhone 15 Pro ഉണ്ട്, Pro Max ഉണ്ട്. നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് നോക്കാം. iPhone 13 ഇല്ലേ? iPhone 13 ഐ തിങ്ക് ആമസോണിലാണ്. സോ ആമസോണിൻ്റെ സെഗ്മെന്റിൽ ഞാൻ അത് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് ആണ് സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവന്റ് വരുന്നുണ്ട്. S24 സീരീസ് അതിൽ വരും. ഓക്കെ, ഇതൊക്കെ ഡീസെന്റ് ഫോൺസ് ആണ്. F13 അതൊക്കെ ഒരു ബഡ്ജറ്റ് കാറ്റഗറി, അതായത് ബേസിക്, വളരെ ബേസിക് യൂസിന് വേണ്ടി, സെക്കൻഡറി ഫോണിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്ക് വേണ്ടി ബേസിക് ഫോൺ വേണമെങ്കിൽ, ചിലർക്ക് ഈ സാംസങ് ഫോൺ തന്നെ വേണമെന്നുണ്ട്, അവർക്ക് വേണ്ടി F13 ഓക്കെ ഫോണാണ്. പിന്നെ ഇത് കൊള്ളാം കേട്ടോ, S21 FE 5G സ്നാപ്ഡ്രാഗൺ 888 വെർഷൻ. എക്സിനോസ് അല്ല, എക്സിനോസും എനിക്ക് തോന്നുന്നു ഓഫറിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, അത് വരും മിക്കവാറും. ഇവിടെയാണോ ആമസോണിലാണോ എന്നറിയില്ല. പക്ഷേ ഇത് S21 FE സ്നാപ്ഡ്രാഗൺ 888 വെർഷൻ ഇസ് റിയലി റിയലി ഗുഡ്. യെസ്, ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ക്യാമറ, ഭയങ്കരമായിട്ടുള്ള ഗെയിമിംഗ് ചെയ്യാൻ നോക്കുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ഈ സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആണ്. പക്ഷേ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിലും ഫോട്ടോ എടുക്കലും വീഡിയോ, സാംസങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ്, അതിൻ്റെ FE ആണ്, ഫ്ലാഗ്ഷിപ്പ് സീരീസിൻ്റെ ഒരു ഫാൻ എഡിഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ. പിന്നെ F54 നോക്കാം, നല്ല ഫോണാണ്. ഇപ്പം വരുന്ന കുറേ ഫോൺസ്, സാംസങ്ങിൻ്റെ ബഡ്ജറ്റിൽ വരുന്ന ഫോൺസിലൊക്കെ ഈ യൂനോച്ച് ഡിസ്പ്ലേയും കുറേ വിട്ടുവീഴ്ചകളൊക്കെ സാംസങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ F54 നല്ലൊരു പാക്കേജ് ആണ്. വേണമെങ്കിൽ F34 നോക്കാം. സാംസങ് S22 5G എടുക്കാം, പക്ഷേ റിസ്ക് ആണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പാക്ട് ഫാക്ടർ ഉള്ള ഫോണാണ്. സെക്കൻഡ്, ആ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 1 ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ഹീറ്റിങ്ങും ത്രോട്ട്ലിങ്ങും ബാറ്ററി ഇഷ്യൂ ഒക്കെ ഉണ്ട്. വളരെ ബേസിക് യൂസിന് വേണ്ടിയാണെങ്കിൽ നോക്കാം, പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യൂല. ഓക്കെ, നെക്സ്റ്റ് ആണ്
സൂപ്പർ അടിപൊളി ഫോൺ, അതാണ് സാംസങ് S23. കണ്ണടച്ച് വാങ്ങാം. കിടുക്കാച്ചി പാക്കേജാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കോമ്പാക്ട് ഫാക്ടർ നോക്കുന്നുണ്ടെങ്കിൽ നല്ല ഫോണാണ്. വളരെ നല്ല രീതിയിൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് ആവുന്ന, എന്നാൽ നല്ല ക്യാമറ പെർഫോമൻസ്, അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ മിക്ക എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും വരുന്ന ഒരു നല്ല കോമ്പാക്ട്, ദി ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ. നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ അവാർഡിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ കൊടുത്തൊരു അവാർഡാണ് ബെസ്റ്റ് കോമ്പാക്ട് ഫോൺ. ഓക്കെ, നെക്സ്റ്റ് ആണ് സാംസങ്ങിൻ്റെ Z Flip 3. വേണ്ട, അത് പഴയതായി. Z Flip 3 എടുക്കണ്ട. S23 FE അത് വേണ്ട, എനിക്കത് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ആ ഫോൺ കവർ ചെയ്തിട്ടില്ല. ഓക്കെ, S23 FE ആ ഒരു ബെസൽസൊക്കെ ഭയങ്കര കനമുള്ള ബെസലൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതാ നമ്മുടെ S21 FE എക്സിനോസ് എത്തിയിട്ടുണ്ട്. പ്രൈസ് ഇല്ലല്ലോ, പ്രൈസ് സെയിം പ്രൈസ് 39,000 രൂപ. പിന്നെ അതിൻ്റെ കൂടെ ബാങ്ക് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ 38,000 രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നേരെ പോയിട്ട് ആ സ്നാപ്ഡ്രാഗൺ 888 വെർഷൻ വാങ്ങിച്ചോളൂ, അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. A14, A34, നമ്മുടെ S23 Ultra വന്നിട്ടുണ്ട് 1,00,000 രൂപയ്ക്ക്. ഓക്കെ, സോ ഇന്ത്യൻ പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 1,00,000 റുപ്പീസിൽ S23 Ultra നല്ലൊരു ഡീലാണ് തീർച്ചയായിട്ടും. ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓൾറൗണ്ട് പാക്കേജ് ആണ്. പിന്നെ A54 ഉണ്ട്, A23 ഉണ്ട്, സാംസങ് Z Flip 5 ഉണ്ട്, 67,000 രൂപ കിട്ടുന്നുണ്ട്. എല്ലാം എക്സ്ചേഞ്ച് എല്ലാം ഉൾപ്പെടെ. ഓക്കെ, നല്ലതാണ്. നിങ്ങൾ ഫ്ലിപ്പ് ഫോൺസ് ഒക്കെ വാങ്ങാം. ഇവിടെ ഫോൾഡ് ഉണ്ടല്ലോ, സോ ഫോൾഡും ഫ്ലിപ്പ് രണ്ടിലും ഓഫർ ഉണ്ട്. പിന്നെ എനിക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റുമോ അത് ഫ്ലിപ്പ് വാങ്ങൂ കിടിലനായിരിക്കും അല്ലെങ്കിൽ ഫോൾഡ് വാങ്ങും, കാരണം അതിൻ്റെ ഒരു യൂസ് കേസ് വളരെ സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടിയാണ്. ഓക്കെ, ഒരു ഹൈഫൈ ന്യൂ ജെൻ സംഭവമാണ് ഈ ഫോൾഡബിൾ ഫോൺസ്. സോ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഫോൾഡബിൾ ആയതുകൊണ്ട് ഡിസ്പ്ലേ ഇഷ്യൂ ഒക്കെ ചിലർക്കൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഫ്ലിപ്പിലും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഫ്ലിപ്പിലും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഫോൾഡ് ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഫോൾഡ് 5, അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ചിലർക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. സോ റിവ്യൂ കണ്ട് നോക്കുക. ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പ്ലസ് ദിസ് വർസസ് OnePlus ഓപ്പൺ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ പോക്കോ. വാല്യൂ ഫോർ മണി ഫോൺസ് വരുന്ന പോക്കോയുടെ X സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി പ്രൈസിലാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും പോക്കോ X6 Pro മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 8300 ചിപ്സെറ്റ് ആണ് ആ ഒരു പ്രൈസിൽ 26,000-27,000 റുപ്പീസ് തരുന്നത്. ഓക്കെ, അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ. പലരും ഇതിൻ്റെ അൺബോക്സിംഗ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കാം, നമുക്ക് ചെയ്യാം. ഓക്കെ, പോക്കോ M6 Pro നല്ല പാക്കേജാണ്. അതായത് ആ ഒരു 10,000 റുപ്പീസിൽ നല്ല ഒരു ഓൾറൗണ്ട് 5G ഫോണാണ്. ഫുൾ HD+ ഡിസ്പ്ലേ ഉണ്ട്, 5G ചിപ്സെറ്റ് ഉണ്ട്, ഈ ഗ്ലാസ് ഡിസൈൻ, ബാക്കിൽ ഗ്ലാസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഓവറോൾ നല്ലൊരു പ്രീമിയം പാക്കേജാണ് പോക്കോ M6 Pro. പോക്കോ X5 Proന് ഓഫർ ഒന്നുമില്ല, പോക്കോ F5 കണ്ടില്ലല്ലോ. ഈ രണ്ടിലും ഓഫർ ഉണ്ട്. എനിക്ക് തോന്നുന്നു പോക്കോ M5 ഓൾറെഡി ഓഫറിലാണെന്ന് തോന്നുന്നു. അതായത് 25,000 റുപ്പീസിൽ എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഓഫർ ഇല്ലെന്ന് തോന്നുന്നു. 30,000 രൂപയായി വീണ്ടും. അതിൻ്റെ കാരണം എന്താണെന്നറിയാം, ഈ പോക്കോ X6 Pro ലോഞ്ച് ചെയ്തല്ലോ, അതുകൊണ്ട് അവർ നൈസായിട്ട് പോക്കോ F5ൻ്റെ പ്രൈസ് ഇങ്ങനെ കൂട്ടി 30,000 ആക്കിയിട്ടുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒരു 1 മന്ത് വെയിറ്റ് ചെയ്താൽ വീണ്ടും 25,000 ആവും. പോക്കോ F5 കിഡിലൻ പാക്കേജാണ് 25,000 റുപ്പീസിൽ കിട്ടുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ പോക്കോ. നെക്സ്റ്റ് ആണ് വിവോയിൽ വിവോ X100 സീരീസ് വന്നിട്ടുണ്ട്. ഞാൻ X100 Pro കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക. കിഡിലൻ ഫോട്ടോഗ്രാഫി ഫോൺ, ഒന്നും പറയാനില്ല. ഓക്കെ, ഈവൻ എനിക്ക് തോന്നുന്നു ഐഫോണും സാംസങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി ബൂസ്റ്റഡ് കളേഴ്സും കാണാൻ നല്ല രസമുള്ള ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ അമേസിങ് ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ആണ് തരുന്നത്. ഓക്കെ, അമേസിങ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക, കിഡിലൻ ഫോണാണ്. ഓക്കെ, വിവോയുടെ T സീരീസ് ഉണ്ടല്ലോ, അത് നല്ലതാണ്. ഇപ്പോൾ ഈ കണ്ടില്ലേ T2 Pro, ഇതും നല്ലതാണ്. സോ T2 Pro ആണെങ്കിലും T2 ആണെങ്കിലും രണ്ടും നല്ലതാണ്. വിവോ V29 ഈ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ വേണ്ട. അതായത് സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് എങ്ങാണ്ടാണ്. ഈ പ്രൈസിൽ ആ ഒരു ചിപ്സെറ്റ് വರ್ತല്ല. എന്നാൽ ആ ഒരു വിവോയുടെ ഒരു ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഭയങ്കര റെഡും ഗ്രേ ഒരു ഡിസൈനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കാം. അതുപോലെ തന്നെയാണ് വിവോ V29 സീരീസ്. ഓക്കെ, സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും നല്ല പെർഫോമൻസ് തരുന്ന രണ്ട് ഫോൺസാണ് V29, V29 Pro. വിവോ Y സീരീസിലൊന്നും എനിക്ക് പ്രത്യേകിച്ചും താല്പര്യമൊന്നുമില്ല. ഓക്കെ, കാരണം കാണാൻ നല്ല രസമുള്ള ഫോൺസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ Y സീരീസ് നോക്കാം. ഞാൻ നോർമലി ഡിസൈൻ മാത്രം നോക്കിയിട്ട് ഫോൺസ് വാങ്ങാറില്ല. സോ അതുകൊണ്ട് എനിക്ക് Y സീരീസിൽ വലിയ താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് മോട്ടറോള കഴിഞ്ഞ വർഷം കുറേ കിഡിലൻ ഫോൺസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ വർഷം നമ്മൾ റീസെൻ്റ്ലി കവർ ചെയ്ത മോട്ടോ G34 10,000 റുപ്പീസിൽ കിഡിലൻ പെർഫോമൻസ് തരുന്ന ഒരു 5G ഫോണാണ്. ഒരേ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇഷ്യൂ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു പോരായ്മ ആ ഒരു HD+ ഡിസ്പ്ലേ ആണ്. ബാക്കി അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ HD+ ആണ്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷൻസും ഈവൻ ക്യാമറ ആണെങ്കിലും ഈ ഒരു 10,000 രൂപയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതിനേക്കാളും മികച്ച പെർഫോമൻസ് തരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നെക്സ്റ്റ് ആണ് G54, നല്ല ഫോണാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വിറ്റുപോയൊരു ഫോണാണ് മോട്ടോ G54. നല്ല വാല്യൂ ഫോർ മണി പാക്കേജാണ് നിങ്ങൾ 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് മോട്ടോ Edge 40. എന്നോട് ചോദിക്കുകയാണെങ്കിൽ മോട്ടോ Edge 40 നിയോ എടുത്താൽ മതി.
അതിലുണ്ട് എല്ലാം. ഈ എഡ്ജ് ഫോർട്ടീയിലുള്ള മിക്ക എല്ലാ കാര്യങ്ങളും 14 ഇയറിലും തന്നിട്ടുണ്ട്. അതങ്ങ് വാങ്ങിച്ചാൽ മതി. IP68 റേറ്റിംഗ്, ലെതർ ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് മോട്ടോ G84 ഉണ്ട്. അതും നല്ല ഫോണാണ്. അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ ആഡ് ചെയ്തിട്ട് ആ മോട്ടോ എഡ്ജ് 40 നിയോ വാങ്ങിച്ചോളൂ. അതിൽ കുറച്ചും കൂടി ബെറ്റർ ചിപ്സെറ്റ് ഉണ്ട്. നെക്സ്റ്റ് ബ്രാൻഡാണ് റിയൽമി. പിന്നെ റിയൽമി 11X ഉണ്ട്. റിയൽമി 11Xന്റെ ആ ലുക്കൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ആ ഒരു ബാക്ക് ഡിസൈൻ ഒക്കെ കൊള്ളാം. പിന്നെ റിയൽമി 11 Pro Plus ഉണ്ട്. റിയൽമി 12 സീരീസ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഞെട്ടിച്ചോണ്ട് മിക്കവാറും അതിൽ മറ്റേ സാധനം ഉണ്ടാവും, ടെലിഫോട്ടോ, ഈ പെരിസ്കോപ്പ് ക്യാമറ ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. അവർ ഈ റെഡ്മീനൊക്കെ നല്ലോണം ട്രോളുന്നുണ്ടായിരുന്നു. അതായത് ഫ്ലാഗ്ഷിപ്പ് ക്യാമറ വേണമെങ്കിൽ ടെലിഫോട്ടോ വേണം എന്നൊക്കെ റിയൽമി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഐ തിങ്ക് റിയൽമി 12 സീരീസ് ഇസ് ലുക്കിംഗ് വെരി പ്രോമിസിങ്. നല്ലൊരു സീരീസ് ആയിരിക്കും തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് അൺബോക്സ് ഒക്കെ ചെയ്യാം, നോക്കാം. ഓക്കെ, എനിവേ ബാക്കി റിയൽമി 11 Pro ഒക്കെ അറിയാലോ, നല്ല ഫോൺസ് ആണ്. ആ ഒരു ലെതർ ബാക്കും നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനും അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയും ആ ഒരു കേർവ്ഡ് ആമുലേറ്റ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഫ്രാങ്ക്ലി 11 Pro വാങ്ങിച്ചാലും മതി. പ്രോയിലും Pro Plus തമ്മിൽ അങ്ങനെ ഭയങ്കരമായ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, 11 Pro വാങ്ങിച്ചാൽ നല്ല സന്തോഷത്തോടെ യൂസ് ചെയ്യാൻ പറ്റും. ഒരേ ഒരു പ്രോബ്ലം, ആ ഒരു ബ്ലോട്ട്വെയർ കിങ് ആണ് റിയൽമി ബിയുടെ, ആ ഒരു പ്രോബ്ലം ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. റെഡ്മിയുടെ ഫോൺസ്. സോ റെഡ്മി റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തോ റെഡ്മി നോട്ട് 13 Pro ഫ്ലിപ്കാർട്ടിലാണല്ലേ. ബാക്കി രണ്ട് എനിക്ക് തോന്നുന്നു ആമസോണിലാണെന്ന് തോന്നുന്നു, നോട്ട് 13 നോട്ട് 13 Pro Plus. എനിവേ നോട്ട് 13 Pro നല്ല ഫോണാണ്, അതായത് നല്ല വാല്യൂ ഫോർ മണി ഫോണാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 13 Pro Plusനേക്കാളും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി റെഡ്മി നോട്ട് 13 Pro ആണ്. ഓക്കെ, ഈ ഫോൺ ഞാൻ കവർ ചെയ്തിട്ടില്ല. സോ നിങ്ങൾ അതിൻ്റെ റിവ്യൂസും അൺബോക്സിങ് കണ്ടു നോക്കുക. പിന്നെ റെഡ്മി 12 5G ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. 8GB 256GB ഉണ്ട്, 14 രൂപ കിട്ടുന്നുണ്ട്. നല്ലൊരു 5G ഫോണാണ്. നിങ്ങൾ 15,000 രൂപീസിന് താഴെ നല്ലൊരു ഓൾറൗണ്ട് 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ റെഡ്മി 12 5G ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പഴയ റെഡ്മി നോട്ട് 12 Pro കിടപ്പുണ്ട്, വേണമെങ്കിൽ നോക്കാം. വീണ്ടും പഴയ റെഡ്മി നോട്ട് 12 Pro Plus. നെക്സ്റ്റ് ആണ് ഇൻഫിനിക്സ്, മോട്ടറോള ഇൻഫിനിക്സ്. ഈ രണ്ട് ബ്രാൻഡുകൾ കിടിലൻ ഫോൺസ് ആണ് കഴിഞ്ഞ വർഷം ഇറക്കിയത്. ഓക്കെ, ഇൻഫിനിക്സ് നോട്ട് 30 5G അതൊക്കെ നല്ല ഫോൺസ് ആണ്. ഓക്കെ, ഇൻഫിനിക്സ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലസ് മൈനസ് ഒക്കെ അറിയാലോ. അപ്ഡേറ്റിൻ്റെ സിറ്റുവേഷനൊക്കെ ലേശം ശോകമാണ്. പക്ഷേ സ്പെസിഫിക്കേഷൻ ഈവൻ 030 ആണെങ്കിലും നോട്ട് 30 ആണെങ്കിലും രണ്ടും നല്ല ഫോൺസ് ആണ്. നോട്ട് 30 5G ആണെങ്കിലും ബാക്കിയൊക്കെ ഡീസൻ്റ് ആണ്. GT10 Pro ഉണ്ടല്ലോ, പക്ഷേ പ്രൈസ് കൂട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ റിവ്യൂ ചെയ്ത സമയത്തൊക്കെ അതിൻ്റെ പ്രൈസ് 18,000 രൂപ അല്ലേ, 18,000 രൂപീസ് എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ 22,000 രൂപയ്ക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, 18,000 രൂപീസിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടി ആ പ്രൈസിൽ അതിനേക്കാളും ബെറ്റർ ഫോൺ കിട്ടൂല, പ്രത്യേകിച്ചും BGMI 90 FPS ഒക്കെ ഉണ്ട് ആ പ്രൈസിൽ. നെക്സ്റ്റ് ആണ് ഗൂഗിൾ പിക്സൽ വേണ്ടവർ പിക്സൽ വാങ്ങും, അത്രേ ഉള്ളൂ. അത് ഞാൻ റെക്കമെൻഡ് ചെയ്താലും ഇല്ലെങ്കിലും അത് വാങ്ങും. പിക്സൽ 7 ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. എൻ്റെ എക്സ്പീരിയൻസ് വളരെ മോശമായിരുന്നു. പിക്സൽ 7 ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, വെറുതെ ഇരുന്ന് ഹീറ്റ് ആവും. പിന്നെ നെറ്റ്വർക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അല്ലെങ്കിൽ പിക്സൽ ഫാൻസ് താഴെ വന്ന് എന്നെ തെറി വിളിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ പിക്സൽ 7 എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ബാക്കി പിക്സൽ 7 ഒക്കെ നോക്കാം. പിക്സൽ 7 പിക്സൽ 8 അറിയാലോ, ആ ഒരു ചിപ്സെറ്റ് ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് അല്ല. ചെറിയ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇന്ത്യയിലെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, പുറത്തുള്ളവർ നെറ്റ്വർക്ക് ഇഷ്യൂ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല, പക്ഷേ ഇന്ത്യയിൽ പലർക്കും ഇഷ്യൂ ഉണ്ട്. 7 സീരീസിലും ഉണ്ടായിരുന്നു, 8 സീരീസിൽ പൊടിക്കത് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ട്. സോ നിങ്ങളുടെ ഒരു അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങളുടെ ഡെഡിക്കേഷൻ അനുസരിച്ച് ഒന്നെങ്കിൽ പിക്സൽ 7, 8, 8 Pro 7 Pro ഒക്കെ വാങ്ങാം. ഈ ഗൂഗിൾ തരുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, AI എക്സ്പീരിയൻസ് ഏറ്റവും മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 8 Pro നോക്കാം. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പിക്സൽ 8 വാങ്ങിച്ചോളൂ, ഹാപ്പി ആയിരുന്നോളൂ. ഓക്കെ, പിക്സൽ 8 ചില ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു പതുക്കെ അവിടെയും ഗൂഗിൾ ആ ഫീച്ചേഴ്സ് തരാനുള്ള ചാൻസ് ഉണ്ട്, കാരണം സെയിം ചിപ്സെറ്റ് അല്ലേ. സോ പിക്സൽ വേണമെങ്കിൽ പിക്സൽ 8 നോക്കിക്കോളൂ, അത്യാവശ്യം ഡീസൻ്റ് ഒരു ഓഫറാണ്. ഫൈനലി നത്തിങ് 2 നിങ്ങൾക്ക് 40,000 രൂപീസിൽ കിട്ടുന്നുണ്ട്. ഓഫറൊക്കെ ചേർത്ത് 38,000 രൂപയാണ്. ഓക്കെ, നത്തിങ് ഫോൺ 1 ഇല്ലല്ലോ, കറൻ്റ്ലി അൺഅവൈലബിൾ. അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അവരുടെ മറ്റേ ഫോൺ വരുന്നുണ്ടല്ലോ, നത്തിങ് ഫോൺ 2A വരുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നത്തിങ് ഫോൺ 1 എടുത്ത് കളഞ്ഞത്. ഓക്കെ, സോ നത്തിങ് 2 വേണമെങ്കിൽ നോക്കാം. ഞാൻ ഓൾറെഡി മൾട്ടിപ്പിൾ വീഡിയോസ് നത്തിങ് ഫോണിന് മേലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടു നോക്കാം. നല്ല ഫോണാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഫോൺ. സോ ഇതായിരുന്നു ഫ്ലിപ്കാർട്ടിലുള്ള ഓഫറുകൾ. ഇനി നമുക്ക് ആമസോൺ നോക്കാം. ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ. ഇവിടെ SBI നോർമലി അങ്ങനെയാണ്, ആമസോണിൽ SBI ആയിരിക്കും. ഇവിടെ SBI കാർഡാണ് വന്നിരിക്കുന്നത്. ആ സെയിം 10% ഡിസ്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റ് കാർഡിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ക്രെഡിറ്റ് കാർഡിലും പിന്നെ EMI ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡെബിറ്റ് കാർഡിൽ ഇല്ലെന്ന് തോന്നുന്നു. സോ ഇവിടെ ഇവർ മറ്റേ നമ്മുടെ ബ്രാൻഡ് വൈസ് അറേഞ്ച് ചെയ്തിട്ടില്ല. സോ നമുക്ക് 1 by 1 നോക്കാം. ഓക്കെ, iPhone 13 ഞാൻ പറഞ്ഞില്ല, iPhone 13 ഉണ്ടാവുന്നു. ഓക്കെ, ലെറ്റ്സ് സീ, അത് വരും, അതാ വന്നു. 49,000 രൂപീസ്, 50,000 രൂപീസിൽ iPhone 13 ഒരു നല്ല സൂപ്പർ ഓഫറാണ് തീർച്ചയായിട്ടും. നല്ല ആക്ച്വലി കഴിഞ്ഞ വർഷം നടന്ന BBD സെയിലും പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഏറ്റവും അധികം വിറ്റ് iPhone 13 ആണ്. സെയിൽ കിങ് ആണ് iPhone 13. ഓക്കെ, OnePlus Nord CE3 Lite 5G, OnePlusൻ്റെ ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ വിട്ടേക്കാം.
ഓക്കെ, അങ്ങനെ വലിയ വെടിയും പുകയൊന്നുമില്ല എൻ്റെ അകത്ത്. ആ സെയിം നമ്മൾ ആമസോണിൽ കണ്ട Redmi 12 5G ഇവിടെ വന്നിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. ഇവിടെ കുറച്ചുകൂടെ വില കുറവാണെന്ന് തോന്നുന്നു. 12,000 rupees ആ ബാങ്ക് ഓഫറൊക്കെ ചേർത്ത് 12,000 രൂപ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങിച്ചോളൂ, അതല്ലേ നല്ലത്. ആ സെയിം സാംസങ് S23 ഇവിടെയും കിടപ്പുണ്ട്, 55,000 രൂപ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ചോളൂ. iQOO Z7S ഉണ്ട്, വേണമെങ്കിൽ നോക്കാം. ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്, മോണോ സ്പീക്കർ ഒക്കെ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു ഡീസൻറ്റ് പാക്കേജ് ആണ്. OnePlus 11R അത് കൊള്ളാലോ. പക്ഷേ ഇത് വന്ന റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. 39,999 ആയിരുന്നു വന്നതെന്ന് തോന്നുന്നു, അല്ലേ? 40,000 rupees ആയിരുന്നു പ്രൈസ്. ആ പ്രൈസ് തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ മേളിൽ 1,000 rupees ബാങ്ക് ഓഫർ. സോ വലിയ പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇറ്റ്സ് എ അമേസിംഗ് ഫോൺ. OnePlus ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 40,000 rupees താഴെ OnePlus 11R ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഓണർ 20,000 rupees 38,000 രൂപയ്ക്കാണ് ഓണർ ഇറക്കിയതിന് ശേഷം വിറ്റായിരുന്നു. എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങൾ കൂടെ ഈ ഡിസ്കൗണ്ടും പിന്നെ TWS ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് TWS വേണ്ട. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു എന്നാൽ TWS വേണ്ട, 5,000 rupees ഡിസ്കൗണ്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ 28,000 rupees 30,000 രൂപയ്ക്കാണ് ഇറക്കിയത്, ഓഫറൊക്കെ ചേർത്ത്. ഇപ്പോൾ ഇവിടെ 19,999 ഓണർ 90 കിട്ടുന്നുണ്ട്. ഈ പ്രൈസിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 20,000 rupees കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജാണ് തീർച്ചയായിട്ടും. ഓണറുടെ കംബാക്ക് ഫോണാണ്. നല്ല ക്യാമറ പെർഫോമൻസ് ആയിരുന്നു, പ്രത്യേകിച്ചും വീഡിയോ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, ഇനി മോണോ സ്പീക്കറാണ് വരുന്നത്. ബാക്കിയൊക്കെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. സോ മേളിലും താഴെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഡിസ്പ്ലേ ഇങ്ങനെ കർവ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഓക്കെ, അതിൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. Redmi Note 13 നല്ലൊരു പാക്കേജാണ്. Redmi Note 13. ഓക്കെ, ഇവിടെ ആ ഒരു മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി വെച്ചാൽ ഡിസ്പ്ലേ സൂപ്പറാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ബെസൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇത്രയും മിനിമം ബെസൽസ് ഞാൻ ഈ പ്രൈസിൽ കണ്ടിട്ടില്ല. ആ ഒരു ചിപ്സെറ്റ് ആണെങ്കിലും ക്യാമറ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ ഗുഡാണ്. ഒരു ഗുഡ് ഫോൺ, ഭയങ്കരമായൊരു ഫോണല്ല, ഒരു ഗുഡ് ഫോൺ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ Moto Razr 40 Ultra ഇതും സെയിം ആ ഒരു ഫ്ലിപ്പ് ഫോണാണ്. സോ നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫോണിൽ താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. ഇവിടെയും ബ്രാൻഡ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ബ്രാൻഡ് വൈസ് നോക്കാം. ഞാനിപ്പം മെൻഷൻ ചെയ്ത ഫോൺസ്, ഇവിടം വരെ മെൻഷൻ ചെയ്ത ഫോൺസ് ഞാൻ സ്കിപ്പ് ചെയ്യും, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ആണ് Xiaomi Redmi Note 13 ഞാൻ ഓൾറെഡി പറഞ്ഞു. 13C 5G, Redmi 12 ഓൾറെഡി നമ്മൾ കവർ ചെയ്തു. 10,000 rupees Redmi Note 12 ഇസ് എ ഡീസെൻറ്റ്, അത്യാവശ്യം ആ ഒരു 4G ഫോണാണ്. ബാക്കി AMOLED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ബ്രാൻഡാണ് OnePlus Nord 3 ഒരു ഡീസെൻറ്റ് ഓൾറൗണ്ട് പാക്കേജാണ്. OnePlusൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. OnePlus Open ഇതൊക്കെ നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ല, ഡെഡിക്കേഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കാം. OnePlus Nord C3 5G at 22,000 rupees is a very good offer. ബഡ്ജറ്റ് കുറച്ച് കുറവാണ്, എന്നാൽ OnePlusൻ്റെ ഫോൺ വേണമെങ്കിൽ ആ C3 Lite 5G ഉണ്ടല്ലോ, അത് വിട്ടേക്കും. കുറച്ചുകൂടി പൈസ ആഡ് ചെയ്തിട്ട് 22,000 rupees നിങ്ങൾക്ക് OnePlus Nord C3 വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല പാക്കേജാണ്. എല്ലാം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, AMOLED ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിങ്, ഡീസൻറ്റ് ക്യാമറ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഓക്സിജൻ നോയ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇതല്ലേ മേളിൽ ഉണ്ടായിരുന്നത്. സെയിം ഫോൺ 2 തവണ എഴുതിയിട്ടുണ്ട്, കൂടുതൽ ഓഫർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയായിരിക്കും. എനിവേ OnePlus 10 Pro വിട്ടേക്കും, അത് വേണ്ട, അത് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് ഫോൺ. നെക്സ്റ്റ് ആണ് നാർസോ ബേസിക്കലി റിയൽമിയുടെ നമ്പർ സീരീസ് ഉണ്ടല്ലോ, ഇപ്പോൾ Realme 11 Pro 11 Pro Plus അതിൻ്റെ റീബ്രാൻഡാണ് ഈ ആമസോണിന് വേണ്ടി. ഓക്കെ, സോ അവിടെയുള്ള മിക്ക എല്ലാ ഫീച്ചേഴ്സും നാർസോയിലും ഉണ്ടാവും. നാർസോ N55 60 Pro, ഈ Realme Narzo 60 Pro എന്ന് പറയുമ്പോൾ നമ്മുടെ Realme 11 Pro ഉണ്ടല്ലോ, ഫ്ലിപ്കാർട്ടിൽ കണ്ട Realme 11 Pro അതിൻ്റെ ഓൾമോസ്റ്റ് എക്സാക്ട് റീബ്രാൻഡ് ആണ്. ഓക്കെ, ഇവിടെ ഇത് നിങ്ങൾ കുറച്ചുകൂടി എനിക്കൊന്ന് വില കുറവിന് കിട്ടും. നാർസോൻ്റെ പ്രൈസ് 1,000-2,000 രൂപ കുറവായിരിക്കും ഈ 11 സീരീസ് വെച്ച് നോക്കുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി ആക്ച്വലി. ഓക്കെ, സാംസങ് നോക്കാം. സാംസങ് M series M34 ഡീസൻറ്റ് പാക്കേജാണ്. M14 M04 എല്ലാം ആ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണാണ്. വീണ്ടും നമ്മുടെ ചാമ്പ്യൻ S23 വന്നിട്ടുണ്ട്. 55,000 rupees ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അടിപൊളി കോമ്പാക്റ്റ് ഫോണാണ്. S23 Ultra അവിടെ ഫ്ലിപ്കാർട്ടിലാണ് കുറച്ചുകൂടി മികച്ച ഓഫർ, 1 lakh rupees കിട്ടുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ല, ബാങ്ക് ഓഫർ കാർഡുകളില്ലെങ്കിൽ തീർന്നു, പിന്നെ കൂടുതൽ ഓഫറൊന്നും പ്രതീക്ഷിക്കരുത്. അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു പ്രൈസിൽ കിട്ടും. ആ Z Fold 5, Z Flip 5 ഓഫറൊക്കെ ഇവിടെ ഉണ്ട്. A series, A34, A54. ഫ്രാങ്ക്ലി A34 ആണെങ്കിലും A54 ആണെങ്കിലും എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, iQOO 12 കിഡിലൻ ഫോൺ, ക്യാമറ ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒരുപാട് പേര് വാങ്ങിച്ചെന്ന് തോന്നും. ഓക്കെ, ട്വിറ്ററിൽ ഞാൻ കണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് iQOO 12. നല്ല പാക്കേജാണ്, നല്ല പെർഫോമൻസ്, ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ സൂപ്പർ പാക്കേജാണ്. Snapdragon 8 Gen 3 ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തരുന്ന ഒരു ഫോണാണ് iQOO 12. അമേസിങ് ഫോണാണ്, നോ ഡൗട്ട്. ഓക്കെ, iQOO Z7 Pro ഉണ്ട്. ഈ iQOO Z7 Pro ആണ് അവിടെയുള്ള Vivo T2 Pro. സോ ഏത് വേണമെങ്കിലും വാങ്ങാം, സെയിം സാധനമാണ്. 30,000 rupees നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ Neo 7 Pro ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. 8+ Gen 1 കിഡിലൻ നല്ല രീതിയിൽ
രീതിയിൽ അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെ കിടപ്പുണ്ട്. ഓപ്പോ എ സീരീസും എഫ് സീരീസും ഒന്നും ഞാൻ തൊടാറില്ല, എനിക്കതിൽ അത്രയും താല്പര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ലാവ. മാർക്കറ്റിലുള്ള ആകെയുള്ള നല്ലൊരു ഇന്ത്യൻ ബ്രാൻഡ് സ്മാർട്ട് ഫോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാവയാണ്. ലാവയുടെ സ്റ്റോം 5G നല്ലതാണ്, 12,000 rupees. ആൻഡ് ലാവ അഗ്നി 2 നല്ല ഫോണാണ്. നെക്സ്റ്റ് ആണ് നോക്കിയ. വേണ്ട, എന്തിനാണ്. യെസ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഓഫറുകൾ. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം ഈ കാർഡ് ബേസ്ഡ് ആണ്. അതായത് ക്രെഡിറ്റ് കാർഡ്, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഓഫറുകൾ ഈടാക്കാൻ പറ്റുള്ളൂ. ചില ഫോൺസിൽ കൂപ്പൺ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആമസോണിലായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ കൂപ്പൺ ഡിസ്കൗണ്ട് ഒന്നും തരാറില്ല. ആമസോണിൽ കൂപ്പൺ ഡിസ്കൗണ്ട് ആയിരിക്കും. ഓഫർ ഉള്ളതുകൊണ്ട് മാത്രം ഫോൺ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഫോണൊക്കെ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓഫറുകൾ വന്നുകൊണ്ടിരിക്കും. ഇവർ എക്സ്ക്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓഫർ തരാൻ വേണ്ടി. സോ ഓഫർ ഇനിയും വരും. പക്ഷേ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, ചില ഫോൺസ് നല്ല ഓഫേഴ്സ് ഉണ്ട്, അതൊക്കെ ഈടാക്കാൻ നോക്കുക. സോ അത്രേ ഉള്ളൂ. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.